ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പിങ്ക് കളർ കാർഡുകാരുടെ കിറ്റ് ഇന്ന് കൊടുത്തു തുടങ്ങിയെന്ന് 2 ദിവസമായി നമ്മളതിൻ്റെ പിന്നാലെ നടക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നാണ് കിറ്റ് കൊടുത്തു തുടങ്ങിയത്. 0 നമ്പറിൽ അവസാനിക്കുന്ന കാർഡുകാർക്കാണ് ഇന്ന് കിറ്റ് കിട്ടിയത്. അപ്പോൾ നമ്മളൊരു കിറ്റ് സംഘടിപ്പിച്ചിട്ടുണ്ട്. പിങ്ക് കളർ കാർഡുകാർക്ക് കിട്ടിയ കിറ്റാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അവൻ ഇപ്പോൾ ഒരു ഓട്ടോയിലാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ സുഹൃത്തിൻ്റെ കിറ്റാണ്, വീട്ടിലത്തെ കിറ്റാണിത്. അപ്പോൾ നമുക്ക് ഓരോന്ന് തുറന്നു നോക്കാം. ഇതാണ് കിറ്റ്. അപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഒന്ന് പപ്പടം പാക്കിങ്ങിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ആദ്യം പൊളിച്ച ആ കിറ്റിൻ പോലെയല്ല. മല്ലിപ്പൊടി, സാമ്പാർ പൊടി, കമ്പനി വ്യത്യാസമുണ്ട്. നമ്മൾ ആദ്യം പൊളിച്ചത് കിച്ചൺ ട്രഷേഴ്സിൻ്റെ മഞ്ഞൾപ്പൊടി ഇതിൽ കിച്ചൺ ട്രഷേഴ്സിൻ്റെയാണ്. മുളക് പൊടിയും അത് തന്നെയാണ്. മുളക് പൊടി, സേമിയ നമുക്ക് ആദ്യം ആ പാക്ക് തന്നെയാണ്. സേമിയ 20 രൂപ വിലയുള്ള സേമിയ. വേറൊരു കിറ്റിൽ ഞാൻ കണ്ടിരുന്നത് 45 രൂപ വിലയുള്ളതും. പിന്നെ ഇത് ശബരിൻ്റെ തന്നെയാണ്. ഇതും നമ്മൾ കഴിഞ്ഞ കിറ്റിൽ പോലെ തന്നെയാണ്. 1/2 ലിറ്റർ വെളിച്ചെണ്ണ, 1/2 കിലോ ചെറുപയർ, 1 കിലോ പഞ്ചസാര, 1 കിലോ നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ്റെ, ശർക്കര, 1 പീസ് ശർക്കര. ഇത് നമ്മൾ ആദ്യം പൊളിച്ച അതേപോലെ തന്നെയാണ് ശർക്കര ഉള്ളത്. ഒരൊറ്റ പീസ് ശർക്കരയാണ് വന്നിട്ടുള്ളത്. പലർക്കും പല പോലെയാണ് ശർക്കര വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും സാധനങ്ങളാണ്. ഒന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്. നമ്മൾ ആദ്യം വിളിച്ച അതേ കിറ്റിൽ തന്നെ ഒരു സാധനം കുറവൊന്നുമില്ല. അപ്പോൾ പാക്കിങ്ങിൽ മാത്രം ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ പിങ്ക് കളർ കാർഡുകാരുടെ കിറ്റിൽ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇത് പിങ്ക് കളർ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, ഫസ്റ്റ് വീഡിയോ നമ്മൾ തന്നെ ചെയ്യണമെന്ന്. അപ്പോൾ പിന്നെ ഞാൻ രാവിലെ മുതലേ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു കിറ്റ് ഞാൻ സംഘടിപ്പിച്ചു, പിങ്ക് കളർ കാർഡ് കിറ്റ്. അപ്പോൾ നമുക്ക് കിട്ടി. നമ്മളത് പൊളിച്ച് നോക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു. വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.